സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണനെ ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബിജുവിനെ അടിയന്തരമായി ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയമാക്കി. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ കഴിയുന്ന ബിജുവിനെ നാളെ വീണ്ടും ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയമാക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പോലീസിൽ ഭവന വായ്പ അനുവദിക്കുന്നതിൽ മുൻഗണനാക്രമം മറികടന്ന് ക്രമക്കേട് നടത്തുന്നതായി പരാതി. തുക അനുവദിക്കാനുള്ള പട്ടികയുടെ കാലാവധി ഈ മാസം 30-ന് അവസാനിക്കുമെന്നിരിക്കെ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതായും ആക്ഷേപമുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് പൊതുവിൽ അനുവദിക്കുന്നതാണ് ഹൌസ് ബിൽഡിംഗ് അഡ്വാൻസ്. അവസാന അലോട്ട്മെന്റിലെ 2000-ഓളം പേരിൽ 200-നടുത്ത് പോലീസുകാരുണ്ട്. അടിസ്ഥാന ശമ്പളത്തിന്റെ 50 ഇരട്ടി വരെയോ പരമാവധി 20 ലക്ഷം രൂപയോ ആണ് അനുവദിക്കുന്നത്. വർഷം തോറും തുക നൽകുമെങ്കിലും ഇത്തവണ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ നീണ്ടുപോയി. അർഹരായവരുടെ പട്ടികയുടെ കാലാവധി ഈ മാസം 30-ന് അവസാനിക്കും. ഇതിനിടെ മുൻഗണനാക്രമം മറികടന്ന് പലർക്കും തുക അനുവദിക്കാൻ പോലീസ് ആസ്ഥാനത്ത് വഴിവിട്ട നീക്കമുണ്ടായെന്നാണ് പരാതി ഉയരുന്നത്. ADGP S. ആനന്ദകൃഷ്ണന്റെ പരിഗണനയിലേക്കാണ് അപേക്ഷകളെത്തുന്നത്. ADGPയെ മറികടന്ന് മറ്റു ചില ഉദ്യോഗസ്ഥരാണ് പട്ടിക അട്ടിമറിക്കുന്നതിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. മുൻകൂറായി ലഭിക്കുന്ന തുക തിരിച്ചടച്ച ശേഷം സാവകാശം പലിശ നൽകിയാൽ മതിയെന്നതാണ് പദ്ധതിയുടെ ആകർഷണീയത. മുൻഗണനാക്രമമനുസരിച്ച് തുക ലഭിക്കണമെങ്കിലും പട്ടിക അട്ടിമറിക്കപ്പെടുന്നത് കാരണം അർഹരായ പോലീസുകാരുടെ വീടെന്ന സ്വപ്നം നീണ്ടുപോവുകയാണ്. മുഖ്യമന്ത്രിക്കും DGPക്കും ഉൾപ്പെടെ പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് അർഹരായ പോലീസുകാർ. VV വിനോദ്, News 18, തിരുവനന്തപുരം.